എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു പനി കഴിഞ്ഞ് ശബ്ദം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ശബ്ദം അല്ലെങ്കിൽ ക്ഷമിക്കുക. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ലോകവും നമ്മുടെ നാടും ഒരുപാട് കാര്യങ്ങളെ, മോശമായിട്ടുള്ള കാര്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോളറ, സ്മോൾ പോക്സ്, ജാതി, പട്ടിണി, നിരക്ഷരത, ഇതെല്ലാം നമ്മളെ ഇല്ലാതാക്കി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമ്മൾ വളരെ സൈലൻ്റായിട്ട് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം, അത്ര ഗുരുതര പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ ആ പ്രശ്നത്തെ നമ്മൾ പരിഹരിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ പേര് ബോറടി. അങ്ങനെ ഒരു സാധനമേ ഇപ്പം ഇല്ല. ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രസംഗം കേട്ട് നിങ്ങൾക്ക് ബോറടിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട്, അതിലോട്ട് തിരിഞ്ഞാൽ മതി. ഒരിക്കലും അവസാനിക്കാത്ത നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇടപഴകാനുള്ള അവസരത്തിൻ്റെയോ അനന്തമായിട്ടുള്ള ഒരു സാധ്യതയാണ് നമുക്കിന്ന് സാങ്കേതിക വിദ്യ മുന്നിൽ തന്നിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പ്രവാസി റേഡിയോയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. നേരത്തെ പഴയ കാലങ്ങളിൽ മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി വളരെയധികം ആൾക്കാർ മത്സരിക്കുന്ന, അതിൻ്റെ ഉള്ളടക്കത്തിന് വേണ്ടി അത് കേൾക്കാനാണെങ്കിൽ ഒരു കാലം ഉണ്ടായിരുന്നു. 100 പേർക്ക് 10 സദ്യ വിളമ്പിയതുപോലായിരുന്നു ഒരു 50 വർഷം മുമ്പ് മാധ്യമം. ഇന്ന് 100 പേർക്ക് 1000 സദ്യ വിളമ്പുന്ന, 1000 ഡിഷസ് കൊണ്ടുവയ്ക്കുന്ന ഒരു രീതിയിലാണ് മാധ്യമം ഇരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, 1980-കളിൽ നമ്മുടെ പഞ്ചാബിലൊരു പ്രശ്നം ഉണ്ടായത് നമുക്കറിയാം. ഇതിൻ്റെ അവസാനം പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ജീവൻ നൽകേണ്ടി വന്ന പ്രശ്നം. ആ പ്രശ്നത്തിൻ്റെ തുടക്കത്തിൽ ഒരു കാര്യം, പഞ്ചാബിലെ ഒരു സംഘടന അവരുടെ ഗുരു ഗ്രന്ഥ സാഹിബ് പ്രൈം ടൈമിൽ വായിക്കണം എന്നാവശ്യപ്പെട്ടു. റേഡിയോയിൽ, ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രൈം ടൈമിൽ. അത് വേറെ ഏതോ സമയത്ത് വായിക്കാനൊക്കെ സമ്മതിച്ചു, പക്ഷെ അതുപോലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സ്ലോട്ടിൽ വായിക്കണം എന്ന് പറഞ്ഞു. അത് പ്രധാനമന്ത്രി അതിനോട് അംഗീകരിച്ചില്ല. ഒരു വിഷയം മാത്രമാണ്. എന്നാൽ ഇന്നായിരുന്നു ആ പ്രശ്നമെങ്കിൽ ഈ ഗുരു ഗ്രന്ഥ സാഹിബ് 24 മണിക്കൂറും വായിക്കുന്ന ഒരു ചാനൽ നമുക്ക് തുടങ്ങി കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അന്ന് സാധിക്കില്ല. എന്നാൽ ഉള്ള റേഡിയോയ്ക്കകത്ത് വേണം ഈ എല്ലാ കാര്യങ്ങളും കൂടെ നമുക്ക് സന്നിവേശിപ്പിക്കും. അപ്പം നമ്മളൊരു പേഴ്സണലൈസ്ഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കാലത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു ഒരു കാലം. അതെവിടെ ചിന്തിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കരുതുന്നു താമസിയാതെ നമ്മുടെ നാട്ടിലൊരു സാങ്കേതികവിദ്യ വിപ്ലവം, ലോകത്ത് മുഴുവൻ നടക്കുന്ന വിപ്ലവം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഹ്യൂമനോയിഡ് റോബോട്ട്സ് നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളതാണ്. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുള്ളവർക്ക് ഏകദേശം 75 കോടി റോബോട്ടുകൾ നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട അത്ഭുതപ്പെടാനില്ല വരുന്ന 20 വർഷത്തിനിടയ്ക്ക്. ആ റോബോട്ടിന് എന്തും ചെയ്യാൻ സാധിക്കും. അപ്പം അതിനോട് നമുക്ക് ഇന്നത്തെ വാർത്തകൾ എന്നോട് പറയും, അത് ഇന്ന പാർട്ടിക്ക് അനുകൂലമായ വാർത്ത മാത്രം പറഞ്ഞാൽ മതി, മോശമായിട്ടുള്ള വാർത്തയൊന്നും പറയണ്ട. അതിന് പുറമെ രാമചന്ദ്രൻ വാർത്ത വായിക്കുന്നത് പോലെ എൻ്റെ അടുത്ത് വായിച്ച് കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തിരുന്നത് അപ്പം തന്നെ വായിച്ച് കേൾപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല, ഇപ്പം തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രവാസി റേഡിയോ എന്താണ് പ്രക്ഷേപണം ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മൾ ജനങ്ങൾ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് സങ്കല്പിച്ച് അവർക്കത് കേൾപ്പിച്ചു കൊടുക്കുകയാണോ, അതോ ജനങ്ങൾ എന്ത് കേൾക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹം കൂടെ മുൻനിർത്തി, മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ആഗ്രഹം കൂടെ മുൻനിർത്തി അതാണോ കേൾപ്പിച്ചു കൊടുക്കുന്നതെന്നുള്ളൊരു സംശയം, ഒരു പ്രതിസന്ധിയുണ്ട്. ഞാനതിന് 2-3 കാര്യം പറയാം. അപ്പം ഈ ആധുനിക ലോകത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. എല്ലാം ബ്രാൻഡഡാണ്. ഇവിടെ വെച്ചിരിക്കുന്ന വെള്ളം ഉൾപ്പെടെ ബ്രാൻഡഡാണ്. പക്ഷേ ഇന്നും ഇത്രയും ബ്രാൻഡിങ് ഉള്ള കാലത്ത് ഏറ്റവും വിലയുള്ള ബ്രാൻഡ് ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, നമ്മൾ എന്ത് വില കൊടുത്തും സാധനം വാങ്ങിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും അത് ഒരു കമ്പനിയും ഓൺ ചെയ്യുന്നതല്ല, അത് പച്ച മലയാളത്തിലെ ഒരു വാക്കാണ്. അതിൻ്റെ പേര് നാടൻ. നമ്മളൊരു കടയിൽ ചെന്നിട്ട്, തിരുവനന്തപുരം നഗരത്തിലെ ഒരു കടയിലും നാടൻ പഴം കിട്ടില്ല. പക്ഷെ നിങ്ങൾ ഏത് കടക്കാരനടുത്ത് ചോദിച്ചാലും പറയും പഴം കൊള്ളാവുന്നതാണോ എന്ന് ചോദിച്ചാൽ പറയും നല്ല നാടൻ പഴമാണെന്ന് പറയും.
നാടൻ മുട്ട, അതുപോലെ തേയില വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ ചെന്ന് അവരതിന് നമുക്ക് വില ഉണ്ടാക്കുന്നത് നാടൻ മുട്ടയാണെന്ന്. ഈ നാടൻ എന്ന് പറഞ്ഞ വാക്കിന് ഇത്രയും ആധുനികത ഉണ്ടായ കാലത്തും എന്താണ് പ്രസക്തി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. കുട്ടികൾ ഭക്ഷ്യ സംസ്കാരം തന്നെ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ യൂണിവേഴ്സിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ ഹരിതാപമായിട്ടുള്ള ഒരു ക്യാമ്പസിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ സയൻസിൻ്റെ ക്യാമ്പ് നടത്തുന്ന സമയത്ത് കുട്ടികൾക്ക് രാവിലെ 11 മണിക്ക് കൊടുത്തത് പയർ അവിച്ച് ശർക്കരയും കൂടി ഇട്ട് അവിച്ച് അതിൻ്റെ മുകളിൽ തേങ്ങ തിരികിയിട്ടാണ് കൊടുത്തത്. അത് വട്ട ഇലയിലാണ് വിളമ്പി കൊടുത്തത്. ഇത് കുട്ടികളെല്ലാം കഴിച്ചു. പക്ഷെ അത് കഴിഞ്ഞൊരു അത്ഭുത കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരു അമ്മ, ആ കഴിച്ച ഒരു കുട്ടിയുടെ അമ്മ എൻ്റെ വിദ്യാർത്ഥിനിയായിരുന്നു. അവരെൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, സാർ ഒരു അത്ഭുതം ഉണ്ടായി. ഈ കുട്ടി വീട്ടിൽ വന്നിട്ട് അമ്മൂമ്മയുടെ അടുത്ത് ചോദിച്ചു, എനിക്ക് എന്താ പയറുണ്ടാക്കി തരാത്തതെന്ന് ചോദിച്ചു. ഇതുപോലെ ശർക്കരയിട്ട് പയറുണ്ടാക്കി തരാം. അപ്പോൾ ആ കുട്ടിയുടെ അമ്മൂമ്മയ്ക്ക് വളരെ അത്ഭുതമായി. കാരണം എന്ന് വെച്ചാൽ പലതവണ ഈ പയറുണ്ടാക്കി കൊടുത്തിട്ട് ആ കുട്ടി കഴിച്ചില്ല. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്പം കുട്ടി അതിനോട് താല്പര്യം കാണിക്കുന്നത്? വളരെ ലളിതമായ ഉത്തരവാണ്. ആ കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച്, അവരുടെ സമപ്രായത്തിലുള്ള കുട്ടികൾ ഒരുമിച്ച് പയറ് കഴിക്കുന്നത് കണ്ടു എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ കയ്യിൽ മോശമായ ഒരു വസ്ത്രമാണോ എന്ന് ചോദിച്ചാൽ അത് കുട്ടികൾ അങ്ങനെ കരുതും. കാരണം ആ വീട്ടിലെ അച്ഛനും ചേട്ടനും എല്ലാം പുറത്തോട്ട് പോകുമ്പോൾ കയ്യിൽ മാറ്റിയിട്ട് മുണ്ടിനാണ് പ്രത്യേകത പറഞ്ഞത്. മുണ്ടിന് എന്തൊരു പ്രത്യേകത, കോടീശ്വരന്മാരും മുണ്ടെടുക്കുന്നു. ആ കുട്ടി ശ്രദ്ധിക്കുക, ഇത് വീട്ടിന് പുറത്ത് കൊണ്ടുവയ്ക്കാനൊക്കുന്ന കൊടുക്കാനൊക്കുന്ന ഒരു വസ്ത്രമല്ല. നമ്മൾ പറയാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ സായിപ്പ് വീട്ടിൽ വരികയാണെങ്കിൽ നമ്മൾ കാഷ്യൂനട്ടും സൂപ്പും എല്ലാം കൊണ്ട് വയ്ക്കുമ്പോൾ കുട്ടി മനസ്സിലാക്കും, ഈ നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി ദോശയൊക്കെ പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത ഭക്ഷണമാണെന്നൊരു സന്ദേശം അതിൽ ലഭിക്കും. അപ്പോൾ ഒരു മാധ്യമത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണ് കേൾപ്പിക്കാൻ പോകുന്നത്? യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ജനസമൂഹത്തിന് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം വീണ്ടും വീണ്ടും കേൾപ്പിക്കുകയാണ്. അതേ അവർ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് ആനന്ദം കിട്ടുകയും ഉദാത്തമായ അനുഭൂതി ഉണ്ടാകുകയും ചെയ്യുന്ന കാര്യങ്ങളെ കേൾപ്പിക്കാൻ ഒരു ശ്രമം കൂടെ നടത്തണം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും ചേർത്ത് വേണം ഒരു മാധ്യമം പ്രവർത്തിക്കാനെന്നുള്ളതാണ്. ഞാൻ പ്രവാസി ഭാരതി റേഡിയോയിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാംസ്കാരിക രംഗത്ത് അത് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ നിർദ്ദേശം ഇവിടെ വയ്ക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ഒരുപക്ഷെ തൻ്റെ വൈബായി പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. ഞാൻ അടുത്ത ഇടയ്ക്ക് ഒരു 140 കേരളത്തിലെ വിദ്യാർത്ഥികൾ ഓരോ ജില്ലയിൽ നിന്ന് 10 പേര് പങ്കെടുത്ത ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി, സംസാരിക്കാൻ IT കുറിച്ചിട്ടുള്ള ചടങ്ങ്. ആ ചടങ്ങിൽ ഞാൻ കുട്ടികളുടെ അടുത്ത് ഒരു ചെറിയ സർവേ നടത്തി, അധികാരികളുടെ അനുമതിയോട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ ആരാണെന്ന് ചോദിച്ചു. 140 കേരളത്തിലെ വിദ്യാർത്ഥികളാണ് ഹൈസ്കൂളിൽ പഠിക്കുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥിയാണ് യേശുദാസ് എന്ന് എഴുതിയത്. 140 ഒരു വിദ്യാർത്ഥി. നമ്മൾ അറിയുന്നുണ്ടോയെന്ന് അറിയില്ല. ബാക്കി കുട്ടികൾ എഴുതിയിരിക്കുന്ന പേരുകളിൽ 52 പേര് ഒരു പേരാണ് എഴുതിയിരുന്നത്. നിങ്ങളിൽ കുറച്ച് പേർക്ക് അറിയായിരിക്കും. പേര് ഡബ്സി. ബാക്കി എഴുതിയിരിക്കുന്ന പേര് നമുക്കറിയില്ല, മലയാളി പോലുമല്ല, വേറെ പലരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഈ പാട്ട് ആണ് കുട്ടികൾ കേൾക്കുന്നതെങ്കിൽ ഇതാണ് കുട്ടിക്ക് ഇഷ്ടമെങ്കിൽ നമ്മൾ വീണ്ടും കേൾപ്പിക്കാം, ഇത് മാത്രം കേൾപ്പിച്ചാൽ മതി എന്ന് സങ്കല്പിക്കുന്നതിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. പേനാക്കത്തി കൊണ്ട് ഹരിശ്രീ എഴുതുകയും കട്ടച്ചോര ജ്യൂസാക്കി കുടിക്കുകയും ചെയ്യുന്ന നായകനെ വർണ്ണിക്കുന്ന പാട്ട് ആണ് കുട്ടികൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ കേൾപ്പിക്കട്ടെ. അതോടൊപ്പം അവരുടെ മനസ്സിൽ അനുകമ്പയും അലിവും പ്രണയവും എല്ലാം ഉണർത്തുന്ന നമ്മുടെ സംസ്കാരം ഇത്രയും കാലമായിട്ട് സമാഹരിച്ചിട്ടുള്ള കുറച്ച് കാര്യം കൂടെ കേൾപ്പിക്കണമെന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു മാധ്യമങ്ങളെ സംബന്ധിച്ച് സുപ്രധാനമായ തീരുമാനമാണ്. തെളിച്ച വഴിയാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു വഴി പുതുതായിട്ട് ഉണ്ടാക്കണം? രണ്ടും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനാണ് ഈ പാട്ട് പ്രക്ഷേപണം ചെയ്യുന്നതെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻ്റെ യൗവനത്തിൽ നിന്ന് എനിക്ക് എൻ്റെ മനസ്സിലോട്ട് വരുന്ന 2 വരിയും കൂടെ അതിൻ്റെ കൂടെ പ്രക്ഷേപണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗായികേ നിൻ വിഭജികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ തവകാങ്കുലില
ലാളിതമൊരു താളമായിരുന്നെങ്കിൽ ഞാൻ. ഈ വരിയും കട്ടച്ചോര ജ്യൂസ് അടിച്ചു കുടിക്കുന്ന വരിയും തമ്മിലുള്ള അകലം എനിക്ക് നിഷേധിക്കാൻ ഒക്കുന്നില്ല. ആ മാധ്യമത്തിൻ്റെ ഉള്ളടക്കം അവരെ സ്വാധീനിക്കാനും കൂടെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഉള്ളടക്കം മാത്രമല്ല, അവരെ സ്വാധീനിക്കാനൊക്കുന്ന ഉള്ളടക്കം കൂടെ ആയിരിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രവാസി ഭാരതിയോട് അഭ്യർത്ഥിക്കുകയാണ്. സമയം അതിക്രമിച്ചു പോയിട്ട് ഞാൻ പ്രസംഗം നീട്ടുന്നില്ല. എല്ലാ ആശംസകളും ഞാൻ പ്രവാസി ഭാരതിക്ക് നേരുന്നു. നന്ദി. UK, അയർലാൻഡ്, ലൈബീരിയ എന്നിവിടങ്ങളിൽ പ്രവാസി ഭാരതിയുടെ ചാനൽ 6 എത്തുകയാണ്. അച്ചുശങ്കർ എസ് നായർ സർ നിർവഹിക്കുകയാണ് അതിന്റെ ലോഞ്ചിങ്. Welcome to Pravasi Bharati Radio Network, Channel 6, United Kingdom, Ireland and Liberia. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. യുണൈറ്റഡ് കിങ്ഡം, അയർലൻഡ്, ലൈബീരിയ എന്നീ രാജ്യങ്ങളിലെ മലയാളികൾക്കായുള്ള പ്രവാസി ഭാരതിയുടെ പ്രഥമ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്കിന്റെ ഉദ്ഘാടന ചടങ്ങായ പ്രവാസി ഭാരതി റേഡിയോത്സവത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഉദ്ഘാടന വേദിയിലേക്ക്